പ്രതിഷേധത്തിന് കാരണമാണെങ്കിൽ 1929 ബ്രിട്ടീഷുകാർ വിവാഹത്തിന് പെൺകുട്ടികൾക്ക് 14 വയസ്സും ശാരദ ആക്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. 14 വയസ്സും ആൺകുട്ടികൾക്ക് 18 വയസ്സുമായി തീരുമാനിക്കുമ്പോൾ ഇവിടെ ഇളകി മറിയുന്നത് മഹാഭാരതത്തിലെ ഹിന്ദുക്കളാണ്, ബ്രാഹ്മണ നേതൃത്വത്തിൽ. ഈ ശാരദ ആക്ട് എന്ന പേര് അതിന് വരാനുണ്ടായ കാരണം അവർ 8 വയസ്സ് 9 വയസ്സ് തികയാത്തൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചൊരു വൃദ്ധന് വിവാഹം കഴിച്ചു കൊടുക്കുകയും അർദ്ധരാത്രിയിൽ അതിൻ്റെ എഴുപ്പ് തകർന്ന് മരിക്കുകയും ചെയ്തൊരു സ്ഥലം. അവിടെ നിന്ന് നമ്മൾ എത്രയൊക്കെ വൃത്തികിട്ടവന്മാർ എന്ന് പറഞ്ഞാലും സാഹിബിൻ്റെ ആ മനോദുഃഖത്തിൻ്റെ ബാക്കിയാണ് 1929 ശാരദ ആക്ട്. അത് 14 വയസ്സായി തീരുമാനിക്കുമ്പോൾ ഈ ബോംബെയും ധോണിയും ഒക്കെ കത്തി, ഹൈന്ദവർ കത്തിച്ചു. പുരോഗമനം പറയുന്ന ഹൈന്ദവർ അവരുടെ ഈ മണ്ണിലെ അഭ്യാസത്തിൻ്റെ ലിസ്റ്റ് കൂടി എടുത്ത് പഠിച്ചിട്ട് വേണം പറയാൻ. അത് സമ്മതിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ളവരെയും നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്കോപാത്തുകളുടെ പട്ടികയിൽ മാത്രമേ കൂട്ടാനൊക്കൂ. അത് നമ്മളിടുമ്പം ബർമുടയും നിങ്ങളിടുമ്പം ജാഗറും കീറിയ നിക്കറുമാണ് എന്ന് വക്കീൽ പറയുന്നു. നിങ്ങളെ എങ്ങനെ വേണോ ഉപയോഗിച്ചോ നമ്മളെ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മളെ ചർച്ച ഇത് അത്രേ ഉള്ളൂ, 1 മണിക്കൂർ ചർച്ച അതേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഈ ചർച്ചയിൽ നിന്ന് രൂപീകരിച്ചതാണ്, ഈ ചർച്ചയിൽ നിന്ന് രൂപീകരിച്ച ഒരു രൂപീകരണ പറ. അതായത് ഇപ്പം പറഞ്ഞ പ്രകൃതി നിയമമാണ് യുദ്ധം എന്നുള്ളൊരു സാധ്യത. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിലേക്ക് ആധുനിക മനുഷ്യൻ പോകേണ്ടി വരും. അത് നമുക്ക് ഈ പ്രകൃതിപരമാണെങ്കിലും ശാസ്ത്രം ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ പ്രകൃതിപരം എന്നുള്ളത് മാനവിക വിരുദ്ധമാണെങ്കിൽ ആ പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഏർപ്പെടണം. ഇതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഈ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ അടുത്ത വീട്ടിൽ അടി നടക്കുമ്പോൾ നമ്മൾ ഇടപെടേണ്ടേ? യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഇടപെടേണ്ടേ? നമ്മളൊരു പൗരബോധമുള്ള പോവുകയാണെങ്കിൽ ഒരു സമൂഹത്തിലെ ഒരു ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. ഇപ്പം നമുക്ക് നമ്മുടെ ഇപ്പോൾ തൊട്ടടുത്ത സ്ഥലത്ത് ഒരു ബഹളം ഉണ്ടാവേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് 112 വിളിക്കുക. അവിടെ പോയി നമ്മുടെ വീട്ടിലേക്ക് 112 വിളിച്ച് പറയുക. അവിടെ ഇതാണ് നമ്മുടെ പ്രാദേശികമായി നോക്കണമെങ്കിൽ. ഇവിടെ നമുക്ക് ലോകത്തും അങ്ങനെ ഉണ്ടെന്നാണ് കരുതുന്നത്. UN പലതും ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണ് പറയേണ്ടത്. ലോകം ക്രമീകരിക്കേണ്ടത് അങ്ങനെയാണ്, സമൂഹം ക്രമീകരിക്കേണ്ടത് അങ്ങനെയാണ്. മറ്റുള്ളവൻ്റെ ആഭ്യന്തരവും അവൻ്റെ സ്വകാര്യതയിലും ഇടപെടുന്നത് അതൊരു മനുഷ്യ സ്വഭാവമുള്ള രീതിയല്ല. അതാണ് നമുക്ക് മനുഷ്യന് മറ്റുള്ള സ്വകാര്യത അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ്. അവ എങ്ങനെ ചെയ്യുന്നു, അവൻ എന്ത് ചെയ്തു, സാറേ നമ്മളൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ കൊണ്ട് കല്യാണം കഴിച്ചോ ജോലി കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നത് അതല്ല ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു രീതി അതല്ല. അതുകൊണ്ട് നമ്മൾ ആധുനികവൽക്കരിക്കണം, സമൂഹം ആധുനികവൽക്കരിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾക്ക് പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി കൊണ്ട് നിർത്തുന്നു.